അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെയാണ് മോട്ടിവേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വാട്ടിയ കാലിക്കറ്റിന്റെ വാട്സപ്പ് ഗ്രൂപ്പ്, അത് പറയാതിരിക്കാൻ പറ്റൂല. ഇടക്കിടക്ക് നമുക്ക് ഭയങ്കര ഡീമോട്ടിവേഷൻ വരാറില്ലേ അല്ലേ? സെൽഫ് ഡൗട്ട്, ഡീമോട്ടിവേഷൻ, ഇതെങ്ങനെയാണ് അത് ഓവർകം ചെയ്ത്? കോച്ചിങ് എന്തായാലും ജോയിൻ ചെയ്യുക. നമ്മൾ സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ ചിലപ്പം നമുക്ക് ഇടക്ക് ഇതായി തോന്നും. പിന്നെ നമുക്ക് കൂടെ ഉള്ളവരെ എത്രത്തോളം ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റൂല. ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സെമീറയാണ്. കഴിഞ്ഞ നീറ്റ് MDSൽ 650 റാങ്ക് വാങ്ങിച്ചിരിക്കുകയാണ് സെമീറ. സോ സെമീറയുടെ പ്രിപ്പറേഷൻ്റെ പ്ലാന് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നെക്സ്റ്റ് ഇയറത്തെ ഒരു സ്റ്റുഡൻറ്റ് പ്രിപ്പറേഷൻ ഹെൽപ്ഫുൾ ആവുന്ന രൂപത്തിൽ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഞാൻ ട്രിവാൻഡ്രം PMSലായിരുന്നു BDS ചെയ്തത്. 12-13 ബാച്ചാണ്. ഗ്യാപ്പ് ഉണ്ട്. ഇത്ര വർക്ക് ചെയ്യായിരുന്നോ അല്ലെങ്കിൽ എന്താ പ്രിപ്പറേഷൻ? ക്ലിനിക്കിൽ വർക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം എഴുതിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എഴുതിയിരുന്നു. എത്രയായിരുന്നു കഴിഞ്ഞ വർഷം? 1859 ആയിരുന്നു വന്നത്. അപ്പൊ അത് വീട്ടിൽ നിന്ന് തനിയെ പ്രിപ്പറേഷൻ തന്നെ ആയിരുന്നോ? എങ്ങനെയാണ്? അല്ല, ഞാൻ വേറൊരു കോച്ചിങ് ഉണ്ടായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും ക്ലിനിക്ക് റീസ്റ്റാർട്ട് ചെയ്തു പൊക്കോണ്ടിരുന്നതാണ്. അപ്പൊ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ സമയത്താണ് പാർട്ടിയുടെ ഒരു സ്കോളർഷിപ്പ് വഴിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. എനിക്ക് ബിലോ റാങ്ക് ഒക്കെ ഉണ്ടായതുകൊണ്ട് അപ്പൊ ഒരു 10K ബിലോന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. അതുകൊണ്ടും കൂടെയാണ് ഞാനിത് വീണ്ടും ഒന്നുകൂടെ നോക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത്. ഓക്കെ, ഒരു രണ്ടാമത് സ്കോളർഷിപ്പ് ഒന്ന് റീഗെയിനിങ് മേ ബി, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റാങ്ക് വെച്ച് നിർത്താൻ പ്ലാൻ ഉണ്ടായിരുന്നതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? നിർത്താൻ ഇനി ക്ലിനിക്ക് അങ്ങ് കൊണ്ടുപോകാൻ വീണ്ടും സ്വന്തം ക്ലിനിക്കാണോ? അല്ല, ക്ലിനിക്കിൽ പ്രാക്ടീസ് കൊണ്ടുപോകാൻ വിചാരിച്ചു. അത്യാവശ്യം പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നല്ല പേഷ്യൻസ് അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നതാണ്. വീണ്ടും പഠിക്കാനുള്ള ഡ്രൈവ് എന്തായിരുന്നു? എന്ത് ബേസ് ചെയ്തിട്ടാണ്? എനിക്ക് മെയിലിന്റെ സപ്പോർട്ട് ഹസ്ബൻഡ് ആയിരുന്നു. ഹസ്ബൻഡ് എപ്പോഴും പറയായിരുന്നു നീ ചെയ്ത് നോക്കുക എന്നുള്ള ഒരു ഇത് പറയുന്നത്. പഠിക്കാന്നുള്ളത് എന്തായാലും ഒരു ഡിഗ്രി അച്ചീവ് ചെയ്യാന്നുള്ളത് എപ്പോഴും ഗുഡ് ആണെന്നുള്ളതുകൊണ്ട് അല്ലേ? നല്ലതാണ്. ഒന്നുകൂടെ നന്നായിട്ട് മീൻസ് നമുക്ക് സ്റ്റൈപ്പൻഡ് ഒരു ഭാഗത്തുണ്ട്, അതായത് മെയിൻ. പിന്നെ നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് എല്ലാം പുതിയ അപ്രോച്ചുകൾ പഠിക്കുക എന്നുള്ളത് അല്ലേ? അത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് തോന്നിയിട്ടുണ്ട് അല്ലേ? എന്ത് PG അല്ലെങ്കിൽ MBBS BDS എന്താവട്ടെ, നമ്മൾ ഓൺഗോയിങ് പഠിക്കുന്നതിനങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കാൻ നമ്മളൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? എന്ത് സ്പെഷ്യാലിറ്റി ആയിട്ട് നോക്കുന്നത്? ഞാൻ PED ആയിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. റാങ്ക് ബേസ് ചെയ്ത് ബാക്കി നോക്കണം എന്നല്ല, അലോട്ട്മെന്റ് നോക്കണം എന്നുള്ളത്. ഓക്കെ, എന്തൊക്കെ ചലഞ്ചസ് പ്രിപ്പറേഷനിൽ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് മോളുണ്ട്, പക്ഷെ അവളുടെ ഇനിയിപ്പോൾ 4th സ്റ്റാൻഡേർഡിലാണ്. അപ്പം അവള് കുറെ അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ നോക്കുമായിരുന്നു. എന്നാലും ഭയങ്കര ഇതായിരുന്നു. ചില സമയത്തൊക്കെ നമ്മൾ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കിട്ടാലും അവള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വരുവോളം ഞാൻ അതും ആലോചിച്ചിരിക്കും. അങ്ങനെ കുറെ ഡിസ്ട്രാക്ഷൻസ് വരാറുണ്ടായിരുന്നു. ഡിപ്രഷൻ അങ്ങനെയൊക്കെ നമുക്ക് കുറെ എക്സാമിന്റെ പ്രഷർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമായിട്ടായിരിക്കും. ബട്ട് സിമ്പിൾ തിങ്സ് ഒക്കെ ഭയങ്കര ഹോണ്ടിങ് ആയിരിക്കും അല്ലേ നമ്മളെ അല്ലേ? പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പം മോർണിംഗ് മോട്ടിവേഷൻ സെഷൻ നന്നായിട്ട് എല്ലാ ഡെയിലി ഞാനത് കേൾക്കാറുണ്ട് മാമിന്റെ. അത് തന്നെ നമുക്കൊരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് വാട്ടിയതിന് ഭാഗത്തുനിന്ന് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയി. ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റീസ് പറയുകയാണെങ്കിൽ കിഷൻ സാറ്, ജനറൽ സർജറി, ഹിമാനി മാം, പിന്നെ ഐശ്വര്യ സാറ്, എല്ലാവരും ഒരാളെ നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാവരും ഈ പഠിക്കുന്ന സമയത്ത് ലേണിങ്ങിൽ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് ആ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പണ്ട് നമ്മൾ PDS പഠിക്കുമ്പോൾ അല്ലാണ്ട് നോട്ട് ചെയ്ത കുറേ അധികം ക്ലിനിക്കൽ പോയിന്റ്സ് ഒരുപാട് നമുക്ക് സർജറി പ്രത്യേകിച്ച് ഒരുപാട്. എനിക്ക് തോന്നുന്നു ക്ലിനിക്കൽ തിയറി നമ്മൾ ഒരുപാട് നന്നായിട്ട് നമുക്ക് എടുക്കുന്നു. 32 hours വരെ നമുക്ക് ക്ലാസ്സസ് ഉണ്ടല്ലോ, ഈ ക്ലാസ്സസ് തന്നെ. അപ്പൊ നല്ലതായിട്ട് തോന്നി. ഞാൻ മുന്നേ ഒരു കോച്ചിങ്ങിന് പോയതായിരുന്നു. അപ്പൊ അത് ഇതും കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ആയിരുന്നു എനിക്ക്. നല്ല ഇത്രയും ഗ്യാപ്പും കൂടെ ഉള്ളതുകൊണ്ട് നല്ല കണ്ടന്റ് മനസ്സിലാക്കാന്നുള്ളതിന്റെ കാര്യം കിട്ടിയിരുന്നുള്ളതാണല്ലേ? നമ്മുടെ കുട്ടികൾ റെഗുലർലി പറയുന്ന കാര്യമാണ്. കാരണം ഒരു 5 year നമ്മുടെ UGയിൽ പഠിക്കുന്നതിനേക്കാളും കുറെ ടു ദ പോയിന്റ് പേഷ്യന്റ് അപ്രോച്ചിൽ കാണാൻ പറ്റിയെന്നുള്ളത് അല്ലേ? ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ? എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ക്ലിനിക്കൽ അതുപോലെ പ്രാക്ടീസ് നമുക്ക് ഇതിലും നമുക്ക് അതേപോലെ തന്നെ ആയിരുന്നു. ചില MCQs ഒക്കെ നമ്മൾ ഇതല്ലേ നമ്മൾ അവിടെ ചെയ്യുന്നത്, നമുക്ക് അങ്ങനെ തിങ്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, തിരിച്ച് നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്തതാണ് തിരിച്ച് നമ്മുടെ എക്സാമിൽ അപ്ലൈ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പിന്നെ ഐശ്വര്യ സാറിന്റെ ഇപ്പം എൻഡോ ക്ലാസ്സസ് ഒക്കെ ആകുമ്പോൾ സാറ് ഭയങ്കര നന്നായിട്ടായിരുന്നു നമുക്ക് ആ നമ്മളെ ക്ലിനിക്കിൽ എന്താണോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് ഫാക്കൽറ്റീസ് വെരി റെഗുലർ ആയിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന പേഴ്സൺസ് ആയതുകൊണ്ടാണ്. മോർ ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിന് മുന്നത്തെ വർഷമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, ദിസ് ഇയർ
കുറച്ചുകൂടെ ക്ലിനിക്കൽ ആൻഡ് ടഫർ സൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ അപ്പർ അടിച്ച് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതാണ് പ്രതീക്ഷിച്ചൊരു ഇതിലേക്ക് വന്നില്ല. കാരണം അതിന് മുന്നത്തെ ഇതിലൊക്കെ നല്ല സ്കോർ ചെയ്യുന്ന പേഴ്സൺ ആയിരുന്നു സെമീറ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. എത്ര ഹവേഴ്സ് പഠിച്ചിട്ടുണ്ട് ഡെയിലി? 10 to 12 hours ആയിരുന്നു പഠിച്ചത്. പിന്നെ MCQs ഒരുപാട് ചെയ്യുമായിരുന്നു. ഡെയിലി എത്ര MCQ പ്രാക്ടീസ് ചെയ്യാറുണ്ട്? 2500 ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ടൈമും ഞാൻ അത്രയും ചെയ്യാറുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ പിന്നെ കുറച്ചുകൂടി തിയറി നോക്കിയിട്ടുണ്ട്. എനിക്ക് തിയറി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ റിവിഷൻ എനിക്ക് കുറച്ചൊരു വായിക്കുമ്പോ എനിക്ക് അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് തോന്നുന്നത്. ലൈക്ക് റിവിഷൻ തിയറി MCQs എത്രയും ചെയ്യും. MCQs ഇപ്പൊ നമ്മള് റിവിഷൻ ആയിട്ട് തന്നെ മിസ്റ്റേക്ക് വന്നത് വീണ്ടും വീണ്ടും ചെയ്യും. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആള് നോക്കേണ്ട ഒരു കാര്യം തന്നെ, മടുപ്പ് കൂടാണ്ട് തന്നെ വായിക്കണം എന്നുള്ളത് കൊടുക്കുന്ന ഒരു വേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഈ 12 hours മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് എത്രത്തോളം പോസിബിൾ ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടേക്ക് എത്തിയത്? അതിന് മെയിനായിട്ട് ഇത് നമ്മുടെ ലൈവ് സെഷൻസ്, ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ഒക്കെ ഞാൻ നന്നായിട്ട് എല്ലാം അറ്റൻഡ് ചെയ്യാറായിരുന്നു. ഞാൻ ഇതുവരെ ഇനീസിറ്റ് ഞാൻ എഴുതിയിട്ടേ ഇല്ല. പക്ഷെ ഇനീസിറ്റിന് GTs ഒന്നും ഞാൻ ചിലത് അറ്റംപ്റ്റ് ചെയ്യാറില്ല. ഈവൻ അതിന്റെ GT ഡിസ്കഷൻസും ഞാൻ ലൈവായിട്ട് ഡിസ്കഷൻസ് കാണുമായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. നമ്മൾ കുറച്ചും കൂടെ മൈൻഡിൽ നിൽക്കും. ഫാക്കൽറ്റീസ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ഡിസ്കഷൻസ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാറുണ്ട് എന്നുള്ള അല്ലേ? ഭയങ്കര ഇതായിരുന്നു. പിന്നെ മന്ത്ലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ ഒരു പ്രിപ്പറേഷൻ ചെയ്ത് ഒരാൾ നല്ല റാങ്കിലേക്ക് എത്താൻ എത്ര കാലം വേണ്ടി വരും പ്രിപ്പറേഷൻ? 1 year. ഐ മീൻ ഇന്റേൺഷിപ്പിന്റെ കൂടെ ഒരുപാട് പേർക്ക് ഇന്റേൺഷിപ്പിന്റെ കൂടെ തന്നെ എനിക്ക് അതാണ് മനസ്സിലായത്. നമ്മളൊക്കെ ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ട് വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഇയർ തൊട്ടേ PG ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് ഒരുപാടുണ്ട്. അപ്പൊ ആ ഒരു ഇന്റേൺഷിപ്പിന്റെ ടൈമിൽ തന്നെ ഒരു 1 year എനിക്ക് കൂടുതൽ ഇന്റർവ്യൂവിൽ കേൾക്കാൻ പറ്റിയ കാര്യം തന്നെയാണ്. ഇന്റേൺഷിപ്പിന്റെ കൂടെ നോക്കണം എന്നുള്ളത് അല്ലേ? ഇന്റേൺഷിപ്പിന് സമയത്ത് അന്ന് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നു? കുറച്ച് മുന്നുള്ള കാര്യമാണ്. നല്ല അന്ന് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? അന്ന് ഞാൻ ജസ്റ്റ് കോച്ചിങ് എന്തായാലും ജോയിൻ ചെയ്യായിരുന്നു. സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും. കഴിഞ്ഞ് പിന്നെ ക്ലിനിക്കൽ പ്രാക്ടീസ് അങ്ങനെ അങ്ങ് കയറി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഓക്കെ. ഈ വർഷം പ്രിപ്പറേഷന് പോകുന്ന മേ ബി സെമീറിനെ പോലെ ഒരു പെർട്ടിക്കുലർ ഗ്യാപ്പ് എടുത്ത് കുട്ടികളൊക്കെ ഗ്രോണപ്പായി അങ്ങനെ ട്രൈ ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് എന്ത് ഇൻസ്ട്രക്ഷനാണ് സെമീർ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റുക? എന്ത് അഡ്വൈസ് അല്ലെങ്കിൽ എന്ത് എക്സ്പീരിയൻസ് ആണ് കൊടുക്കാൻ പറ്റുക? എന്താ നല്ലൊരു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഭയങ്കര ഡീമോട്ടിവേഷൻ വരാറില്ലേ അല്ലേ? സെൽഫ് ഡൗട്ട്, ഡീമോട്ടിവേഷൻ, ഇതെങ്ങനെയാണ് അത് ഓവർകം ചെയ്ത്? കോച്ചിങ് ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് 10 to 12 hours ഒക്കെ പഠിച്ച് റിവിഷൻ നന്നായിട്ട് വേണം. പിന്നെ MCQs ചെയ്യണം. ഓക്കെ. എന്തെങ്കിലും ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എടുത്ത് പറയണമെങ്കിൽ? പിന്നെ നോട്ട്സ് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഞാൻ ലെക്ചർ നോട്ട്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് ഹാർഡ് കോപ്പി നോട്ട്സ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് പോവും. ഞാൻ തിയറി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡിമോട്ടിവേഷൻ വരുമ്പോൾ അപ്പം ഫോൺ എടുക്കും, ക്വസ്റ്റ്യൻ ചെയ്യും, MCQ ചെയ്യും. അങ്ങനെ നടന്നുകൊണ്ട് അങ്ങനെ MCQ എത്രയും ചെയ്യും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത്രയാണ്. നമുക്ക് അതിന് ശരിക്കും ഇങ്ങനെ തന്നെയാണ് പ്രോസസ്സ്. നമുക്ക് ആ ഒരു പാർട്ട് നല്ല ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് കുറെ എൻജോയ്മെന്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റിക്കോളുന്നില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുപറ്റാം. ഇനി വല്ലാണ്ട് മടുത്തു കഴിഞ്ഞാൽ അനാട്ടമി മാറ്റി ഫിസിയോളജി ആക്കുക, സബ്ജക്റ്റ് മാറ്റി, എത്രയധികം കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ചെയ്യാനുള്ളതെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. ആൻഡ് പ്രിപ്പറേഷനെ കുറിച്ച്, പ്രിപ്പറേഷന് മുന്നേ നിൽക്കുന്ന സമയം പ്രിപ്പറേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും എത്ര ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഐ മീൻ പ്രിപ്പയർ ചെയ്യാൻ നമ്മളെല്ലാവരും കാണുന്ന ഹാർഡായിട്ട് വർക്ക് ചെയ്യണമെന്ന് കാണും. ബട്ട് ആ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫീൽ ഡിഫറെൻ്റ് അല്ലേ? നമുക്ക് ചില സമയത്ത് നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ ചില സമയത്ത് കിട്ടും എനിക്കിനെ കൊണ്ട് പറ്റും, അങ്ങനത്തെ ഒരു തോന്നൽ വരും. നമുക്ക് GT റാങ്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മൾ പഠിക്കാതെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്തതിൽ ചിലപ്പോൾ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. നല്ല കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ആക്കിയതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത് എനിക്ക് ഒന്നുകൂടെ എത്തും. ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും ഇത് എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെ വല്ലാതെ ലോ ആവുന്ന സമയങ്ങളും ഉണ്ടാവാറുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സമയം ഉണ്ടാവും പറഞ്ഞു കൊടുക്കാൻ വേണം. അല്ലെങ്കിൽ ചില പിള്ളേര് പഠിച്ചു വെക്കുമ്പോ എനിക്ക് മാത്രം ഉണ്ടായ ഫീലിംഗ് ആണോ എന്നുള്ളത് ചില ആൾക്ക് തോന്നുന്നല്ലേ. നമുക്ക് ഈ മന്ത്ലി മീറ്റിംഗ് അതുപോലെ മോർണിംഗ് സെഷനും മാം ഹാർട്ട് ടു ഹാർട്ട് 1-to-1 ഉണ്ടായിരുന്നു. അപ്പം
അപ്പൊ അതുവഴി നമുക്ക് മനസ്സിലാവോ എനിക്ക് മാത്രല്ല മറ്റുള്ള മറ്റുള്ളവർക്ക് ആൾക്കാര് പോകുന്നത്. പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഓക്കെ ഇതൊക്കെ ഇതിലുള്ളതാണെന്നുള്ള നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഈ പഠനത്തിന് വേണ്ടി നിങ്ങൾ കുറേ GP കുറേ അധികം ഇത് വന്നിട്ടുണ്ടോ, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നോ? എങ്ങനെയാണ് നിങ്ങളുടെ പേഷ്യൻസിനെ നോക്കുന്നതിന് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ സെപ്റ്റംബറിൽ ഞാൻ ക്ലിനിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്യാണ്ട് കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല ഈവൻ തിരക്കില്ലാത്ത ക്ലിനിക് ആണെങ്കിലും നടക്കുന്ന അത്രയധികം കോൺസെൻട്രേഷൻ കൊടുക്കാനുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് ഇയറിൽ എക്സാം പോകുന്ന ഒരു പേഴ്സണിന്റെ അടുത്ത് എന്തൊക്കെ അഡ്വൈസസ്, നേരത്തെ പറഞ്ഞു ഒരു ഗ്യാപ്പ് വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന പേഴ്സൺസ് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇയർ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്ക് ഒരു 1 ഇയർ ഇപ്പം ഉണ്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10 months ഉണ്ട്, എന്താണ് പറയാനുള്ളവരോട്? നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ലൈക്ക് തിയറി ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഞാനും ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ഒരാളെ അല്ലായിരുന്നു. ഞാൻ ഹിമാനി മാമിന്റെ ഷെഡ്യൂളൊക്കെ നോക്കി വെക്കും, സ്റ്റാർട്ട് ചെയ്യും, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഞാൻ നമ്മൾ പാട്ടിയ കാലിക്കറ്റിന്റെ എക്സാം ടൈം ഷെഡ്യൂളിനനുസരിച്ച് പിന്നെ പൊക്കോണ്ടിരുന്നത്. അപ്പൊ ആദ്യം ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് റിവിഷൻ ഒക്കെ പ്ലാൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. തിയറി കൂടെ MCQ രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം. ഓക്കെ. സ്പെഷ്യലി നിങ്ങൾക്കൊരു ടേക്ക് ഹോം മെസ്സേജ് തന്നെയാണ്. നമുക്ക് തിയറിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം, MCQയിൽ മാത്രം എന്നുള്ളതല്ല, 2 ഭാഗം ഈക്വലി തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഡെയിലി മോട്ടിവേഷൻസ് നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഹിമാനി മാഡത്തിൻ്റെ ഡെയിലി മീറ്റിംഗ്സ് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ വെരി ഫ്രീക്വൻ്റ് ആയിട്ട് ഡിമോട്ടിവേഷനിൽ പോകുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്നത് വേണം. അപ്പോഴാണ് നമുക്ക് അതിന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എനിഹൗ സെമീറക്ക് നല്ലൊരു സ്പെഷ്യാലിറ്റി എടുത്ത്, നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി പീഡോ ആണെന്ന് തോന്നുന്നു അല്ലേ? പീഡോ എടുത്ത് അതെന്താ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ടാണോ അവരൊക്കെ? ഞാൻ പീഡോ ലൈക്ക് എല്ലാം ചെയ്യാന്നുള്ള, എൻഡോ ചെയ്യാം, ഓർത്തോ എല്ലാം ഓവറോൾ ആയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ എനിക്കിത് കിട്ടുമോന്ന് അറിയില്ല. എന്നാലും നോൺ ക്ലിനിക്കലാണെങ്കിലും ഓക്കെയാണ്, OMR PhD ഒക്കെ ആണെങ്കിലും ഗവൺമെന്റ് സീറ്റ്. വാട്ട് എവർ സ്പെഷ്യാലിറ്റി അവിടെ പോയി നിങ്ങൾക്ക് എക്സലന്റ് ആയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.